ഹലോ എവരിവൺ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പിയാജിയോ വെസ്പ ZX ആണ്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വണ്ടി അതൊന്ന് വാക്ക് അറൗണ്ട് ചെയ്യാം. എന്നിട്ട് എന്തൊക്കെയാണ് വണ്ടിയിലുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. വണ്ടി ഒരു പിങ്കിഷ് ഷെയ്ഡുള്ള ഒരു കളറാണ് നമുക്ക് വണ്ടിയിൽ നിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. അതിലൊരു പാർക്ക് ലൈറ്റ് നമുക്ക് കാണാവുന്നതാണ്. അതിന് തൊട്ട് താഴെയായി പിയാജിയോൻ്റെ ഒരു സ്ക്വയർ ടൈപ്പ് ലോഗോ കാണാം. വെസ്പ എന്നുള്ളൊരു 3D എംബ്ലം കാണാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഹാൻഡിലിന് സൈഡിലൊരു ഹോൾ നോക്കാം. അത് എന്താണെന്ന് എല്ലാവരും വിചാരിക്കും, പക്ഷേ അത് നമ്മുടെ ഡിസ്ക് ഫ്ലൂയിഡിൻ്റെ സിലിണ്ടറിൻ്റെ ഭാഗമാണ്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വരുന്നത് നോർമൽ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒരു കണ്ണിൻ്റെ ആകൃതിയിലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. ഒരു ക്യൂട്ട് മുഖം നൽകുന്നുണ്ട് വണ്ടിക്ക്. പഴയ വണ്ടിയിൽ കണ്ടുവന്നിട്ടുള്ള രീതിയിലുള്ള ഒരു മഡ് ഗാർഡ് ഷേപ്പാണ് വന്നിട്ടുള്ളത്. അതിലൊരു ക്രോമിൻ്റെ ഒരു ഭാഗവും നമുക്ക് കാണാവുന്നതാണ്. ടയർ ആൻഡ് വീലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 90, 100, 10 ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 150 mm ഡിസ്ക് ബ്രേക്കും എയർക്രാഫ്റ്റ് റോഡ് സിംഗിൾ ആം ഒരു ഷോക്ക് അബ്സോർബറാണ് വന്നിട്ടുള്ളത്. ബ്രേക്കിംഗ് സിസ്റ്റം CBS ആണ്, അതായത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബ്രേക്കിങ്ങും ബൈറ്റിങ്ങുമാണ് വണ്ടിയുടെ ഡിസ്ക് കാഴ്ചവെക്കുന്നത്. മിറേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രോം ഫിനിഷുള്ള ഒരു മിററാണ്. അതിൻ്റെ സ്റ്റിക്കും അതേപോലെ തന്നെ റൗണ്ടും ക്രോമിലാണ് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്ന ഒരു മിറേഴ്സാണ്. ഇനി നമുക്ക് ഹാൻഡിൽ ഭാഗത്തേക്ക് വരാം. ഒരു സിൽവർ ടച്ചുള്ള ഒരു ലിവറാണ് വണ്ടിക്ക് വരുന്നത്. വെസ്പ എന്നുള്ളൊരു ഹാൻഡിൽ ഗ്രിപ്പ് കാണാം. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, അതേപോലെ ഹോണാണ് നമുക്ക് ലെഫ്റ്റിൽ വരുന്നത്. മീറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അനലോഗിൻ്റെയും ഡിജിറ്റലിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഡിജിറ്റൽ ക്ലോക്കാണ് വരുന്നത്. ഒരു ഹണികോം പാറ്റേൺ ആണ് ഉള്ളിലുള്ള ഡിസൈൻസ് വന്നിട്ടുള്ളത്. ഫ്യൂവല്, അതേപോലെ തന്നെ ഓഡോമീറ്റർ, സ്പീഡ് മീറ്ററാണ് കാണാവുന്നത്. ഒരു ഫേക്ക് ആയിട്ടുള്ള സ്വിച്ചും പവർ സ്വിച്ചും ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഹാൻഡിലിൻ്റെ അടിയിലായിട്ട് തന്നെ നമുക്ക് ചോക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. കീ സെറ്റ് വരുന്നത് അതിനും താഴെയായിട്ടാണ്. ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിലുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഓപ്പൺ ആയി വരും. അത് അത്യാവശ്യം ഫോണ് സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ബോട്ടിൽസൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് വണ്ടിയുടെ സീറ്റിലേക്ക് വരാം. 770 mm വരുന്ന ഒരു സിംഗിൾ സീറ്റാണ് വണ്ടിക്ക് വരുന്നത്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ് പിയാജിയോ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. സീറ്റിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഓപ്പണറാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഫ്രണ്ട് ഓപ്പൺ ഹെൽമെറ്റുകളൊക്കെ നമുക്ക് അത്യാവശ്യം വയ്ക്കാവുന്നതാണ്. ഒരു പ്ലെയിൻ ആയിട്ടുള്ള സീറ്റിൻ്റെ ബാക്ക് വശമാണ് വരുന്നത്. 7 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ 2 ലിറ്റർ റിസർവാണ് വരുന്നത്. അടുത്തതായി നമ്മൾ കാല് വയ്ക്കുന്ന ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറുകളുടെ പോലെ ഒരു ടണൽ നമുക്ക് കാണാവുന്നതാണ്. അതൊരു പഴയ വണ്ടി വെസ്പയുടെ ഒരു ടച്ച് കൊടുക്കാനാണ്. നോർമൽ വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി സീറ്റിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ലഗേജ് തൂക്കിയിടാനുള്ള ഒരു ഹോൾഡർ വന്നിട്ടുള്ളത്. ഫുഡ് പാക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫുഡ് പാക്കാണ്. അടുത്തതായി നമുക്ക് വെസ്പയുടെ എഞ്ചിനിലേക്ക് വരാം. ഇതൊരു 125 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് CVT ട്രാൻസ്മിഷൻ എഞ്ചിനാണ്. 9.7 bhp 7500 RPM അതേപോലെ 10.6 Nm 9000 RPM വണ്ടിയുടെ പവർ ഔട്ട്പുട്ട് വരുന്നത്. സിംഗിൾ പോർട്ട് എക്സോസ്റ്റും 90, 100, 10 ട്യൂബ്ലെസ് അതേപോലെ തന്നെ 140 mm ഡ്രം ബ്രേക്കാണ് വണ്ടിക്ക് കമ്പനി കൊടുത്തിട്ടുള്ളത്. നമുക്കിനി വണ്ടിയുടെ ബാക്ക് വശത്തേക്ക് വരാം. അപ്പോൾ സൈഡിലായിട്ട് വെസ്പ എന്നുള്ളൊരു ബ്രാൻഡിങ്ങും അതേപോലെ ക്രോം ഫിനിഷുള്ള ഗാർഡുകളും കാണാം. അതേപോലെ ടെയിലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും നോർമൽ ബൾബ് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിനടിയിൽ നമ്പർ പ്ലേറ്റ് ഹോൾഡർ നമുക്ക് കാണാവുന്നതാണ്. ബോഡി കളർ മഡ് ഗാർഡാണ് വരുന്നത്. നമുക്കിനി വണ്ടിയുടെ മറ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വെസ്പ എന്ന ബാഡ്ജിങ് ഉള്ള ഒരു ഫുഡ് പാക്ക് കാണാം. അത്യാവശ്യം ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഫുഡ് പാക്കാണ്. എഞ്ചിന് സിൽവർ ആൻഡ് ക്രോം ഒരു കോമ്പിനേഷനിലുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീറ്റിൽ തന്നെ ഇൻബിൽറ്റ് ചെയ്തിട്ടുള്ള ഒരു സീറ്റ് ഓപ്പണറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഓടിക്കാൻ എന്നുള്ള കാര്യവും നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് വെസ്പ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വെസ്പയിലാണ്. അപ്പോൾ കാല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5.4 എനിക്ക് നിലത്ത് പ്ലാന്റഡ് ഫുട്ടാണ്. ഒരു സൈഡ് ഓൾമോസ്റ്റ് പ്ലാന്റഡ് ഫുഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചിട്ട് വരാം. അപ്പോൾ കാലിൻ്റെ ഒരു പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ ഒരു ടണൽ തന്നെയുണ്ട്. അത്യാവശ്യം വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ ഒന്നുമില്ല, ഒരു ചെറിയൊരു ഹാൻഡിൽ ബാറാണ്. മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനലോഗ് മീറ്ററിലൊരു ക്ലോക്ക് മാത്രമാണ് ഡിജിറ്റലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും
റോട്ടിലേക്ക് എടുത്തിട്ട് നോക്കാം. മിറേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഓൾമോസ്റ്റ് അതിൻ്റെ വിഷ്വൽസിനെ തടയുന്നുണ്ട്. കളേഴ്സാണ് ഇതിൻ്റെ ഏറ്റവും അടിപൊളി. ഇപ്പോൾ വെയിലടിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ പല പല ബ്ലൂ കളറിലെ ഷെയ്ഡുകളൊക്കെ വരുന്നത്. വെസ്പയുടെ അതാണ്, പെയിൻറ് സൂപ്പറാണ്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹാർഡായ സസ്പെൻഷനാണ്. പക്ഷേ സീറ്റ് സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ളൊരു കുഴിയൊന്നും അറിയണില്ല. വണ്ടിയുടെ പെർഫോമൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മീറ്റർ ഓർഡർ എന്നൊക്കെ കാണാൻ പറ്റും. ഇനീഷ്യല് അത്ര ടോർക്കായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. നോർമൽ ഗ്രാജുവലി സ്പീഡ് കയറുന്ന പോലെ തന്നെ കയറണുള്ളൂ. ബ്രേക്കിംഗ് അത്യാവശ്യം നല്ല അടിപൊളി ബ്രേക്കിംഗ് ആണ്. CBS ടെക്നോളജിയാണ്, അതായത് കോംബി ബ്രേക്ക് സിസ്റ്റം ആണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മാണ് വരുന്നത്. ഇപ്പോൾ 40 പോണം നമ്മൾ കണ്ടില്ല, അത്യാവശ്യം നല്ല സ്റ്റോപ്പിംഗ് പവർ തന്നെയുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് തന്നെ ഉണ്ട്. പിന്നെ കുഴികൾ നോക്കാം, ഇപ്പോൾ ഈ ഒരു കട്ടർ എടുത്ത് നോക്കാം, അറിയുന്നുണ്ട്. എന്നാലും വലിയ സ്റ്റിഫൊന്നുമല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് പോസ്റ്ററാണ്. നടുവിന് നിവർത്തിയിരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് പോസ്റ്ററാണ്. നമ്മുടെ ചാനലിലെ 2ാമത്തെ ഔട്ട്ഡോർ ഷൂട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇതൊരു പുത്തൻവേലിക്കര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ മനോഹരമായ ഒരു പ്രകൃതിയും മനോഹരമായ ഒരു വെസ്പ സ്കൂട്ടറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമ്മുടെ ബെർഗമൻ പോലെ ഇതിൽ 2 സ്ഥലത്ത് കാല് വയ്ക്കാൻ പറ്റില്ല, ഒരൊറ്റ പോസ്റ്റർ തന്നെയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി എന്തെങ്കിലും വണ്ടിയുടെ ബാക്കിലിരുന്ന് പിലിയൻ കംഫർട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ പില്ലിനിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് സീറ്റിംഗ് പോസ്റ്റർ കംഫർട്ടബിൾ തന്നെയാണ്. ഗ്രാബ് റെയിൽ നമ്മുടെ ബാക്ക് വശത്തേക്ക് അധികം സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് വീഴാനുള്ള ചാൻസ് കുറച്ചുണ്ടെന്നുണ്ടെങ്കിലും പിടിച്ച് ഇരിക്കാവുന്ന ഒരു അത്യാവശ്യം നല്ലൊരു വീതിയുള്ളൊരു ഗ്രാബ് റെയിലാണ് കമ്പനി വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓടിച്ച പോലെ തന്നെ പില്ലിനിരിക്കുമ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ സസ്പെൻഷൻ ക്വാളിറ്റി അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അധികം ബമ്പുകളൊന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല. വെസ്പ മെയിൻലി ഈ വണ്ടികൾ ഇറക്കുന്നത് ലേഡീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ലേഡീസിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വണ്ടികളാണ് വെസ്പ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അതേപോലെ തന്നെ വെസ്പ എപ്പോഴും ഒരു പ്രീമിയം കാറ്റഗറി സ്കൂട്ടറിൽ തന്നെയാണ് പെടുത്തിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ റേറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ റിവ്യൂ ചെയ്ത വണ്ടിയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് വെസ്പ ZX എന്ന മോഡലാണ്. ഈ വണ്ടിക്ക് തന്നെ 1,03,000 റുപ്പീസ് റേഞ്ചിൽ നമുക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അതേപോലെ തന്നെ വെസ്പ S എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മോഡലുണ്ട്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് സ്ക്വയർ ആയിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ വ്യത്യാസമുള്ളത്. ആ വണ്ടിക്ക് ഇതിനേക്കാളും കോസ്റ്റ്ലിയറാണ്. അപ്പോൾ ആ റേഞ്ചിലാണ് വെസ്പ വണ്ടികളുടെ വില വരുന്നത്. പിന്നെ സർവീസ് നെറ്റ്വർക്ക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ നോർത്ത് പറവൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർവീസ് സെൻ്റർ ഉണ്ട്. അതേപോലെ എറണാകുളത്ത് നമ്മുടെ പാലാരിവട്ടത്ത് ഒരെണ്ണമുണ്ട്. അങ്ങനെ അത്യാവശ്യം TVS ഹോണ്ടയോ പോലെ വലിയൊരു ഷോറൂം ശൃംഖല ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം അടുത്തടുത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഷോറൂം അവൈലബിൾ ആണ്. ഫസ്റ്റ് സർവീസിന് ഈ വണ്ടിക്ക് ചിലവ് വന്നിട്ടുള്ളത് ഒരു 400 രൂപ താഴെയാണ്. അപ്പോൾ ആ റേഞ്ചിലാണ് വണ്ടിയുടെ സർവീസിങ് കോസ്റ്റുകൾ വരുന്നത്. അപ്പോൾ പെയ്ഡൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു 600-700 റേഞ്ചിലേക്ക് വരെ ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടിയുടെ ബോഡി ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മെറ്റൽ ബോഡിയിലാണ് വണ്ടി വന്നിട്ടുള്ളത്. പെയിന്റ് ജോബാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും നമുക്കിനി ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പിയാജിയോ വെസ്പ എന്നൊരു ഇറ്റാലിയൻ ബ്രാൻഡിൻ്റെ 1946 തുടങ്ങിയ അവരുടെ ജൈത്രയാത്ര 2019 വന്നു നിൽക്കുമ്പോൾ ഇന്ത്യയിൽ അവർക്ക് 11 മോഡൽസാണ് ആകെയുള്ളത്. അതിൽ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വെസ്പയാണ് വെസ്പ ZX 125 എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ വില നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബാക്കി വരുന്ന മോഡൽസിന് 2 വകഭേദങ്ങൾ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. 125cc-യും 150cc-യും. 150cc വണ്ടി വരുമ്പോൾ ഏകദേശം 1,25,000 രൂപ വരെ വില വരുന്നതാണ്. അപ്പോൾ വെസ്പ സ്കൂട്ടേഴ്സിനെ ഒരു പ്രീമിയം കാറ്റഗറി സ്കൂട്ടേഴ്സ് എന്ന ഗണത്തിലാണ് ഗവൺമെൻറ് പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സ് മുതലായ കാര്യങ്ങളിലും അതിൻ്റേതായ വർധനവുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വെസ്പയെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷനും വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വണ്ടിയുമായി കാണും വരേക്കും ദിസ് ഇസ് രാഹുൽ ഐജി സൈനിങ് ഓഫ്.